ഒരേ സ്ഥലത്ത് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ തെരുവുനായ പാഞ്ഞെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. അഞ്ച് ദിവസത്തിന്റെ ഇടവേളയിലുണ്ടായ സംഭവത്തിൽ 2 വിദ്യാർത്ഥികളും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ വ്യാഴാഴ്ച മദ്രസ വിട്ട് വീട്ടിലേക്ക് വരുന്നതിനിടെ 2 പെൺകുട്ടികൾക്ക് നേരെ നായ പാഞ്ഞെടുക്കുന്നു. ഒരു കുട്ടി മറുദിശയിലേക്ക് തിരിഞ്ഞെങ്കിലും അബ്ദിക്ക് നേരെ നായ ഓടിയെടുത്തു. പരിസരത്തുണ്ടായിരുന്ന വീട്ടമ്മയും ട്രാവലറിലെ ഡ്രൈവറും രക്ഷയ്ക്കെത്തിയതുകൊണ്ട് മാത്രമാണ് ആക്രമണം ഒഴിവായത്. ഇത്തവണ നായ പാഞ്ഞെടുത്തത് അബ്ദിയുടെ രക്ഷയ്ക്കെത്തിയ വീട്ടമ്മയുടെ മകൻ മുഹമ്മദ് സിയാന് നേരെയാണ്. വീടിന്റെ ഗേറ്റ് തുറന്നു കിടന്നതുകൊണ്ടും അതേ ട്രാവലറിന്റെ ഡ്രൈവർ കൃത്യസമയത്ത് എത്തിയതുകൊണ്ടും സിയാനും ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. നായി ബാക്ക് തന്നെ നേരെ ഞാൻ ഓടി നേരം വീണ് ചെറിയ പരിക്ക്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ 2ാം ക്ലാസ്സിലൊരു മദ്രസ പഠിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ നായി ബാക്ക് തന്നെ എനിക്ക് നേരെ എൻ്റെ ഉമ്മ വന്ന് രക്ഷിച്ചു. ഇങ്ങനെ വരുന്ന സമയത്ത് കുട്ടി അടിക്കുന്ന സമയത്ത് കുട്ടിയെ ഓട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോഴാണ് നായി എന്താകുന്നത് അങ്ങനെ പറമ്പത്ത് കൂടി ഓടി വരുന്നത്. അപ്പോൾ നമ്മളിതാക്കി ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അടിച്ച് സ്പീഡിൽ ഇതാക്കി ആ വീട്ടിൽ കയറ്റാൻ നോക്കി. അപ്പോൾ കുട്ടി വീണ് കുട്ടിക്ക് ചെറിയ പരിക്ക് പറ്റിയിരുന്നു. സ്കൂൾ മദ്രസ വിദ്യാർത്ഥികളും പുലർച്ചെ ജോലിക്ക് പോകുന്നവരെല്ലാം തെരുവുനായ ആക്രമണ ഭീതി നേരിടുന്നുണ്ട്. പാറക്കടവ് ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പഞ്ചായത്ത് ഇതിൽ കൃത്യമായി ഇടപെട്ട് പരിഹാരമുണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.